നമ്മൾ ഒരുപാട് കാണാനുണ്ട് കേട്ടോ അതിർത്തിയുടെ. ഹലോ, ഡിയോ സഞ്ചാരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് നടാബേട്ടിലേക്ക് കേട്ടോ, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി കാണാനായിട്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് നടാബേട്ടിൽ. പക്ഷേ അങ്ങടേക്ക് അവിടെ അല്ല, പക്ഷെ വീഡിയോ നമുക്ക് കിട്ടും. ഇതുപോലത്തെ ഒരു കണ്ടോ ചെറിയ സാധനമൊക്കെ കിട്ടിയിട്ടുണ്ട് കയ്യിൽ കിട്ടാനായിട്ട്. ഇവിടെ നമുക്ക് വീഡിയോ എടുക്കുന്നതിന് ഫോട്ടോ എടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ബോർഡറിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, പക്ഷേ ഫോട്ടോ എടുക്കാൻ പറ്റും. ഫോട്ടോ എടുത്താൽ മതി. അവരെ കാണിക്കണം. BSF ആ ബോർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ, അതായത് അവരുടെ ചെക്ക് പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അതൊരു കഷ്ടമായി പോയി. പക്ഷെ നമുക്ക് ഫോട്ടോ ആയാലും മതി. അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരാം. ഫോട്ടോയിൽ എത്രത്തോളം വേണമെങ്കിലും ഫോട്ടോ എടുക്കാമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതോ നമ്മൾ അതൊക്കെ അടിപൊളി, ഞാൻ സെറ്റപ്പായിട്ടുണ്ട്. നമുക്ക് ബസ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞേ, അപ്പോൾ ബസ് പോയി കാണണം. എവിടെയാണെന്ന് നോക്കണം. ഒട്ടതൊക്കെ നിൽപ്പുണ്ട്, നല്ല കാണാൻ നല്ല അടിപൊളി കേട്ടോ. ഒരു വികസിത രാജ്യത്തിലേക്ക് നമ്മൾ ചെന്ന പോലെയാണ് ഇവിടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അല്ലേ ചാനെ, പൊളിയല്ലേ? കയ്യിൽ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ആ കാണുന്നതായിരിക്കും ബസ്. ചെന്ന് നോക്കട്ടെ കേട്ടോ. ഞാൻ കാണിച്ചു. ഇതോ കണ്ടോ, ഇന്നലെ രാത്രി കണ്ടതാ ഈ കാണുന്ന സാധനം. പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. നോക്കി മുൾച്ചെടികളുടെ ചെറിയ മോഡൽ കാർഡ്ബോർഡ് കൊണ്ടാണോ വയ്ക്കാൻ തോന്നുന്നില്ല. പാട്ടം ഉണ്ടാക്കിക്കുന്ന ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. പിള്ളേർ സ്കൂളുകളിൽ നിന്നൊക്കെ ബസ്സാക്കണമെന്നായിരിക്കും. പോയി നോക്കാം. എന്തായാലും ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ലാട്ടോ മോനെ. നമുക്ക് തിരിച്ചു വരുമ്പോൾ അപ്പുറത്ത് മറ്റേ MiG-27 ഒരു മോഡലുണ്ട് അവിടെ. ഒറിജിനൽ തന്നെയാണ്. അത് പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ചെന്ന് നോക്കട്ടെ. കൊള്ളല്ല ശാനെ, BSF ജവാന്മാരുടെ ഫോട്ടോയാണ്. ഗുജറാത്ത് ടൂറിസം. പിന്നെ നമുക്ക് ഫോട്ടോ ഒക്കെ ഇഷ്ടം പോലെ എടുക്കാം, ഒരു കുഴപ്പമില്ല. അവിടെ മ്യൂസിയം ഉണ്ടെന്ന് പറഞ്ഞു ഇവരുടെ. ഓക്കെ, സ്മൈൽ. നമ്മുടെ ഫ്രൈഡ് റൈസ് കിട്ടിക്കഴിഞ്ഞു. ആശാനെ കഴിക്കാം, ബാ അത് കയറിക്കോ. ഇന്നലെ ഇട്ട വീഡിയോ കണ്ടോണ്ടിരിക്കുക. ഇവനെ കണ്ടില്ല എന്നിട്ടോ, കിടന്നുറങ്ങുമായിരുന്നു. രാത്രിയിലാണ് മൊത്തം എഡിറ്റ് ചെയ്തത്. അതുകൊണ്ട് ആശാനെ ഇപ്പോൾ ആ വീഡിയോ കണ്ടോണ്ടിരിക്കുക. കഴിച്ചു പറ, നല്ലതാണോ? ഒന്നും നോക്കണില്ല, പരിപാടി സെറ്റാക്കുവാണ്. ഓക്കെ, അവിടെ ഫ്രൈഡ് റൈസ് കഴിച്ച് കഴിഞ്ഞിട്ട് ചായ കിട്ടിയില്ല. അപ്പോൾ ചായക്ക് വേണ്ടിയിട്ട് വേറൊരു കട പറഞ്ഞായിരുന്നു. ബാൻഡ് കൊടുത്ത് ദാ ചായ വാങ്ങിച്ചു. സെയിം ആസ് ബിഫോർ, കുഞ്ഞു കപ്പ്, ബട്ട് നല്ല ചായ. ഇതാ വീഡിയോ ഉണ്ടോ? ഞാൻ പറയും പോയി ഞാൻ വിളിച്ചാ. ATV ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ. ഞാനെന്തോ ഇവിടെ പോയി കണ്ടോ? എവിടെ പോയി കണ്ടോ? ATV എടുത്ത് ഇന്നോ നല്ലതാ. നിനക്ക് പിന്നെ അത് ഹരമാണല്ലോ ഫോട്ടോ എടുക്കുന്നേ. ഇത് ചെറുതാടാ, കുഞ്ഞിതാ. ആശാനെ ഇതൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ ഈ ചേമ്പില പോലെ മറ്റേ ചേമ്പ് വളം നിൽക്കുന്ന പോലെ സാധനം കണ്ടോ? അത് ആ കാണുന്നേ, അതന്നെ. ഇലയല്ല അത് ശരിക്കും സോളാർ പാനലാ. സോളാർ പാനലാണ്. മറ്റേ ചേമ്പ് ഇങ്ങനെ ലൈറ്റ് അല്ല, സോളാർ പാനല്. ഈ ചേമ്പലേക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കില്ലേ, അതുപോലെ ആ ഒരു ഡിസൈനിലാണ് അത് വെച്ചേക്കുന്നത്. കിടന്ന് ഇളകുന്നുണ്ടോ കാറ്റൊക്കെ അടിക്കുമ്പോഴത്തേക്ക്. നല്ല കാറ്റുണ്ട്. പിന്നെ ഇതോ അത്യാവശ്യം തണൽ ഉള്ള സ്ഥലം ഇരിക്കാനൊക്കെ ആയിട്ട്. ഇവിടെയൊക്കെ കുറേ കടകളുണ്ട്, പക്ഷേ ഇതെല്ലാം ഇപ്പം അടച്ചിട്ടേക്കുവാണ്. ബസ്സുകാർ നമ്മളെ വിളിക്കും എന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിലാണ് നമ്മൾ ഈ കിടന്ന് കറങ്ങുന്നത്. ഫോൺ എപ്പോഴും കൈ പിടിച്ചിട്ടുണ്ട്, വൈബ്രേഷൻ വന്നാൽ അപ്പം അറിയാനായിട്ട്. അങ്ങ് അറ്റത്ത് കാണുന്നുണ്ടോ
ആ കാണുന്നതാണ് നമ്മുടെ MiG-27. 1971 യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയെ സഹായിച്ചിട്ടുള്ള യുദ്ധവിമാനം. ഇതിൻ്റെ കേപ്പബിലിറ്റീനെ വെല്ലാൻ പറ്റുന്നില്ലായിരുന്നു ആ സമയത്ത്. കാരണം എന്താണെന്നറിയോ, അവർ പാകിസ്ഥാന് F-14 F-18 സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. F-16 ആണെന്ന് തോന്നുന്നു, F-18 അല്ല F-16. അന്നേരം അതിന് പറക്കാവുന്നതിൻ്റെ അതിനേക്കാളും ഉയരത്തിൽ നമ്മുടെ ഈ MiG-27 പറക്കാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് എത്ര സ്പീഡ്, എത്ര അഡ്വാൻസ്ഡ് വാഹനം എന്ന് പറഞ്ഞാലും ഇതിനെ എത്തിപ്പിടിക്കാൻ അങ്ങ് മുകളിലേക്ക് ചെല്ലണ്ടേ, ആണെങ്കിൽ അടിക്കണമെങ്കിൽ ചെല്ലാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ആ MiG-27 ഒരു ഡീകമ്മീഷൻഡ് മോഡലാണിതാ ഈ കാണുന്നത്. പൊളിയല്ലേ ഗൈസ്? അപ്പോൾ അവർ വിളിച്ചു, നമ്മൾ ആ MiG-27 അടുത്ത് ചെന്ന് നിന്നപ്പം തന്നെ അവർ വിളിച്ചു. അയത്തില്ല, അതിന് മുന്നേ വിളിച്ചു, അറിഞ്ഞു കേട്ടില്ലേ? അപ്പം ബസ് അവിടെ കൊണ്ട് വേഗം വരാൻ പറഞ്ഞു. ഈ സമയം പാഴാക്കുന്നില്ല, ചെല്ലുവാണ്. പോകാനുള്ള വണ്ടിയാണ് കേട്ടോ അത്. ഓക്കെ, കയറിക്കോ, കയറട്ടെ. നമ്മളങ്ങനെ ഇതാ വണ്ടി കയറിയിരിക്കുവാണ് ഞാനും ആശാനും. ഇപ്പോൾ ഇവിടുന്ന് ഒരു 25 കിലോമീറ്റർ ഉണ്ട് ഞങ്ങളുടെക്ക്. യാത്രയിൽ ഇടയ്ക്ക് നിർത്തത്തൊന്നുമില്ല. അപ്പം നമ്മുടെ വണ്ടിയിലാണ് പോകുന്നതിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരായിരുന്നു. പക്ഷേ ബസ്സിൽ പോകണമുണ്ട് അങ്ങനെയൊന്നും പുറമേ കാണുന്ന ആ ഒരു വ്യൂ അല്ലാണ്ട് വേറെ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ടും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല, നമുക്ക് ഫോട്ടോ പറ്റത്തുള്ളൂ. നമ്മൾ ബസ്സിന് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ സൈഡിൽ കൂടെ ഒക്കെ കുറേ കാണാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ പടക്കോപ്പുകൾ, ചുറ്റങ്ങൾ, മിസൈലുകൾ, ടോർപീഡോസൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. പക്ഷേ ഈ നമുക്ക് കിട്ടിയാണ് സെൻട്രൽ സീറ്റാണ്. സെൻട്രലാണ് ഞാനും ആശാനും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും വന്ന് കടന്നു പോയി കഴിയുമ്പോൾ അല്ലെങ്കിൽ കാണാറാകുമ്പോൾ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. അപ്പോൾ സൈഡിൽ ഇതാ നമുക്ക് കുറച്ച് കമ്പനിക്കാരെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ വർത്താനം പറഞ്ഞ് കൂട്ടായതാണ്. അപ്പോൾ അപ്പോൾ ആളിങ്ങനെ പറഞ്ഞു തരും, അവിടെ വന്ന് പോകുന്നതിനൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ആൾ. നമ്മുടെ യാത്രകൾ ചിലപ്പം വീഡിയോ ഇവിടെ നിർത്തേണ്ട വരുമായിരിക്കും, പക്ഷേ കാണിക്കാൻ പറ്റുന്നത് നമ്മൾ കാണിക്കും. അവിടെ ചെല്ലുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, പക്ഷേ ഫോട്ടോ എടുക്കാൻ പറ്റും. ആ ഒരു വിശ്വാസത്തിലാണ് പോകണത്. അപ്പോൾ ചോദിച്ചു നോക്കാം നമുക്ക് എടുക്കാൻ പറ്റുമോ എന്ന്. അതായത് വീഡിയോ എടുക്കാൻ പറ്റുമോ ചോദിച്ചു നോക്കാം. അവർ സമ്മതിക്കുവാണെങ്കിൽ നമുക്ക് എടുത്ത് നിങ്ങൾ ഉറപ്പായിട്ടും കാണിച്ചു തരും. കുരിശു എന്നെ അനുഗ്രഹിക്കണം. ഒരു കൊച്ചു താണ്ട കഴിഞ്ഞു വന്നിരിക്കുന്നു കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ അവിടെ നമുക്ക് ചെന്ന് ആ ഒരു മനസ്സൊന്ന് നിറയ്ക്കുക എന്നുള്ള മാത്രം ഉദ്ദേശം. നമ്മുടെ മനസ്സ് നിറയ്ക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എന്താ പറയുക, കാണുന്നതിൻ്റെ ആ ഒരു ഇതില്ലേ, എന്തോ ഒരു വാക്ക് പറയുള്ളൂ, കാണാൻ നിങ്ങളുടെ മനസ്സ് നിറയുന്ന ആ ഒരു സംഭവം അതും കൂടെ നൽകണമെന്നുണ്ടായിരുന്നു, ആ ഒരു അനുഭവം നൽകണമെന്നുണ്ടായിരുന്നു. പക്ഷേ കണ്ണിന് കുളിർമ, അത് തന്നെ ആ ഒരു കുളിർമ നൽകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഫോട്ടോയിൽ കൂടെ നമുക്ക് നൽകാൻ പറ്റത്തില്ല, വീഡിയോ കൂടെ പറ്റുള്ളൂ. പക്ഷേ അവരവിടെ ചെക്ക് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു, വീഡിയോ ചെക്ക് ചെയ്ത് നോക്കും, ആ ക്യാമറയൊക്കെ. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വീഡിയോസ് എല്ലാം ഉണ്ടെങ്കിൽ അവരത് ഡിലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അവിടെ ഓഫീസിൽ BSFയുടെ ഓഫീസിൽ ഞങ്ങൾ പോയായിരുന്നു പെർമിഷൻ ചോദിക്കാനുണ്ട്. അപ്പോൾ പറഞ്ഞു ഫോട്ടോ എടുത്തോ കുഴപ്പമില്ല, വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡിലീറ്റ് ചെയ്ത് പറഞ്ഞു. അപ്പോൾ പിന്നെ റിസ്ക് എടുത്ത് നോക്കണ്ട, നമ്മുടെ BSFകാരല്ലേ, ആർമിക്കാരല്ലേ, അപ്പോൾ അങ്ങനെ നോക്കണ്ട. അത് കരുതിയിട്ട് നമ്മളാ മെട്രോനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞവർ. അതുപോലെ ഇതും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് മുന്നേ റെക്കോർഡ് ചെയ്ത് വെച്ചോടെ പോകും. അതുകൊണ്ട് അത്ര റിസ്ക് എടുക്കുന്നില്ല. ഇവിടെ നമ്മുടെ കൊച്ചു സുന്ദരി ഇവിടെ ഉണ്ട് കേട്ടോ. കുറേ നേരമായിട്ട് നമ്മുടെ അടുത്ത് വർത്താനം പറയാനൊക്കെ നിൽക്കുമായിരുന്നു. അതോ നാണം കുഴുങ്ങി നിൽപ്പുണ്ട്. ആ കാണുന്ന അറ്റത്ത് കാണുന്ന ഗ്രില്ല് വരുന്നുണ്ടോ, അതാണ് അതിർത്തി. വണ്ടിയിനകത്തിരുന്ന് വീടെടുക്കാം, പുറത്തിറങ്ങിയ എന്താവുന്നൊരു പിടുത്തമില്ല. പറ്റുവാണ് എടുക്കാം ആശാനെ, റിസ്ക് എടുത്ത് നോക്കാം. അതോ ആ കാണുന്നതാണ് നമ്മൾ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുള്ള ആ ബോർഡർ. ആ ഇതാണ്, ഇതിനപ്പുറത്തേക്കാണ് പാകിസ്ഥാൻ. പിന്നെ വളർന്ന് അകത്തേക്ക് പോവാം, ഇതിനകത്തേക്ക് പോവാം. ഇതിനപ്പുറത്ത് ഗേറ്റ് ഉണ്ടാവും, അവിടേക്ക് പോകാൻ പറ്റുന്നുള്ളൂ. പാകിസ്ഥാൻ 250 മീറ്റർ. ഇവിടുന്ന് ഈ ഗേറ്റിൻ്റെ അവിടെ 250 മീറ്റർ തന്നെ പാകിസ്ഥാനാണ്. 50 മീറ്റർ കണ്ട ഒറിജിനലാണല്ലേ. മുകളിലും ഉണ്ടോ, ഗേറ്റിൻ്റെ മുകളിൽ 2 സൈഡിലും ഓരോ ആർട്ടിലറികൾ
ഒറിജിനൽ കേട്ടോ. അതിന് ചെറിയ മോഡൽ ഒറിജിനൽ തന്നെയാണ്, അത് കൊണ്ടുവച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ആശാനെ. ഗണ്ണ് ഒറിജിനലല്ല, ഇതൊക്കെ പ്രതിമയാണ്. പക്ഷേ ആ മുകളിലേക്ക് സാധനമില്ലേ അത് ഒറിജിനലാണ്, അത് രണ്ടും ഒറിജിനലാണ്. പിന്നെ ഇത് മറ്റേ മോട്ടാറിന് എന്താണെന്ന് തോന്നുന്നു. ഇത് മിനി ആർട്ടിലറി അങ്ങനെ സാധനമായിരിക്കും മിക്കവാറും. കൊള്ളാമല്ലേ? പണ്ടത്തെ യുദ്ധത്തിൽ എനിമി, അതായത് പാകിസ്ഥാൻകാരുടെ താവളങ്ങളെ നശിപ്പിച്ചിരുന്ന ഒരു ആർട്ടിലറിയുടെ മോഡൽ. അത് ഒറിജിനൽ കേട്ടോ സാധനം ഒറിജിനൽ തന്നെയാണ്, പക്ക ഒറിജിനൽ സാധനം. കാണുന്നത് BSFൻ്റെ വണ്ടി കേട്ടോ. പിന്നെ അപ്പുറത്തേക്ക് ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്, കമ്പിയൊക്കെ മുള്ളുകമ്പിയൊക്കെ ഇട്ടിട്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ആണ് പാകിസ്ഥാൻ. കണ്ടോ, നമ്മളിപ്പോൾ ഇന്ത്യയിലാണുള്ളത്. പാകിസ്ഥാൻ നമുക്ക് കാണാൻ പോട്ടോ. ഇന്ത്യയുടെ ഓടി വർക്കും പിന്നെ അല്ലേ, സൂപ്പറല്ലേ? നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. ഓക്കെ അല്ലേ? നമ്മൾ പറഞ്ഞ മറ്റ് നദാബേഡിൻ്റെ ബോർഡുണ്ട്, അത് അവിടെ അറ്റത്തായിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കാനൊക്കെ പോകുന്നുണ്ട്. പിന്നെ മറ്റ് പിക്ചറുകളിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ കണ്ടിട്ടുള്ള ആ ഒരു 0 പോയിൻ്റ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് കണ്ടിട്ടില്ലേ, അതാണതോ ആ കാണുന്നത്. ഇടതുവശത്തേക്ക് പാകിസ്ഥാൻ, വലതുവശത്തേക്ക് ഇന്ത്യ. ഇതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങറ്റത്തേക്ക് കാണുന്നതാണ് പാകിസ്ഥാൻ. അവിടെ എന്തൊരു കുറ്റി വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കാണെന്ന് തോന്നുന്നു. പക്ഷേ അങ്ങനെ നമ്മൾ പാകിസ്ഥാൻ അതിർത്തി എത്തിയിരിക്കുകയാണ്. അല്ല, ഇന്ത്യ പാക് അതിർത്തിയിൽ. എന്താടാ എന്തേ? അവിടെ നിന്ന് വരുമൊന്നുമില്ല. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അവിടെ വെച്ച് ഫോട്ടോ എടുക്കാം നമുക്ക്. അവിടെ സ്ഥലമുണ്ട്. ഇതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ എഴുതിയിട്ടില്ലേ, അതുപോലെ അവിടെ ഒരു പോസ്റ്റുണ്ട്. പിന്നെ അയാമറ്റ് നാദാബേഡ് ഇന്ത്യ പാക് ബോർഡർ എന്നൊരു അങ്ങനെ ഒരു സെറ്റപ്പ് അവിടെ ഉണ്ട്. അപ്പോൾ അവിടെയും പോയി നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കണം. ആണ്ട് ചെറുക്കും കൊച്ചു അതിൻ്റെ ചൂട്ടി പോയിരിക്കുന്നു. ഉള്ളു കമ്പി അത്. നീ കാണണമെന്നറിയോ, ഇന്ത്യ പാകിസ്ഥാൻ വാറല്ലേ 1971 ആ വാർ സമയത്തെ ഇവിടുത്തെ സ്റ്റോറി ലൈനാണിത് കൊടുത്തിരുന്നത്. ഓരോ വർഷത്തും ഇവിടുത്തെ ഓരോ ബറ്റാലിയൻസ് ഇല്ലേ, അവർ പിടിച്ചിറക്കിയതും അങ്ങോട്ട് കൊണ്ടുപോയത് ഇങ്ങോട്ട് തിരിച്ചു പിടിച്ചതും ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലേ. എന്താ നമ്മൾ ഒരുപാട് കാണാനുണ്ട് കേട്ടോ അതിർത്തിയുടെ. കയറിക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ത്രിവർണ്ണ പതാകയാണ് പാറി കളിക്കുന്നത്. ഇതിങ്ങനെ ആകാശത്ത് ഇതുപോലെ പാറി കളിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ, പറഞ്ഞറിയിക്കുമ്പോൾ. പ്രത്യേകിച്ച് ഈ നമ്മളെ ബോർഡറിലൊക്കെ നിൽക്കുമ്പോൾ ആശാനെന്ത് ചെയ്ത ഫോട്ടോ എടുത്ത് മതിയാവുള്ളൂ വിളിക്ക്. ആശാനെ ഇതാ ഞാൻ പറഞ്ഞത്, മറ്റേ നടാബേഡ് ഇൻഡോ പാക് ബോർഡർ എന്നുള്ളൊരു ഇത് കണ്ടില്ലേ, അതെവിടെയാണ്. നല്ല രസമുണ്ട് കേട്ടോ. പുറകിലേക്ക് ആ അതിർത്തിയും മറ്റേ ആ ഗ്രില്ലും ഒക്കെ കാണുമ്പോഴത്തേനും ഇവിടെ വെച്ച് ഫോട്ടോ എടുക്കാന്നുള്ളൊരു ആഗ്രഹമാണ്. ഇത് ഇവിടെ ഇന്ത്യയാണ് എഴുതിയേക്കുന്നത്, എവിടെ പാകിസ്ഥാൻ എഴുതിയിട്ടുണ്ട്. പാക്. ഉള്ളല്ലോ. ഇത് അപ്പുറത്തുണ്ടാ, അവിടെയും കൂടി പറഞ്ഞോ അതുപോലെ. നമ്മളങ്ങനെ നടാബേഡ് അതിർത്തിയിൽ നിന്ന് തിരിച്ചു പോവാണ്. ഇതിവിടെ കണ്ടോ, ആണെങ്കിൽ ആൾക്കാർക്ക് വന്ന് ഇരിക്കാനൊക്കെ, വെയിൽ കൊള്ളാണ്ടിരിക്കാനൊക്കെയുള്ള സൗകര്യമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എല്ലായിടത്തും ഉണ്ടല്ലോ. ഇവിടെ അതുപോലത്തെ മറ്റേ ചേമ്പല പോലത്തെ സോളാർ പാനൽ. ആ ചോട്ടിൽ പോയി ഇരിക്കാൻ നോക്കുകയാണെങ്കിൽ ആരോ ഫ്ലാഗിൻ്റെ അവിടെ നിന്ന് സല്യൂട്ടൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്കും ഫ്ലാഗിൻ്റെ അവിടെ പോയി സല്യൂട്ടൊക്കെ ചെയ്യാൻ. പിന്നെ ആ കാണുന്നുണ്ടോ, അതാണ് വ്യൂയിങ് ഡെക്ക്. അവിടെ നിന്ന് കുറച്ച് ഹൈറ്റിൽ നിന്ന് നമുക്ക് ഇവിടെയൊക്കെ കാണാൻ പറ്റും. നമ്മുടെ BSF ജവാന്മാരവിടെ എല്ലാവരെയും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു മറ്റേ വാട്ടർ ടാങ്ക് കേട്ടോ, അത് മഴവെള്ള സംഭരണിയോ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതവിടുത്തെ ഓഫീസ്. ബോർഡർ പട്രോളിങ് എപ്പോഴും ഉണ്ട്. ഓക്കെ. അവിടെ ഉണ്ടോ നല്ലത്. ആ ഗാർഡനൊക്കെ വെച്ച് അപ്പുറത്തുണ്ടല്ലോ, നമുക്ക് അവിടെ പോയി എടുക്കാൻ പാടില്ലേ. ആശാനായിരിക്കും മനസ്സിലായി നിങ്ങൾക്ക്. ഹിയർ ഇറ്റ്സ് 15th of August എവറി ഡേ. എല്ലാ ദിവസവും ഇവിടെ സ്വാതന്ത്ര്യദിനമാണ്. അതുപോലെയാണ് ഇവിടെ.
നമ്മുടെ വണ്ടി എവിടെയാണോ. അങ്ങനെ അവസാനം ജസ്റ്റ് ഇൻ ടൈം നമ്മൾ നമ്മുടെ വണ്ടി കണ്ടുപിടിച്ചു. വണ്ടി കൊടുത്ത് ബോധനം കേട്ടോ. ബാക്കിലോട്ടോ നമ്മളങ്ങനെ അവിടെ ബോർഡർ എത്തുന്നപ്പം ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്നേ. ഫോട്ടോ അല്ലേ, വീഡിയോ. പക്ഷേ അവിടെ ആരും നമ്മളെ തടഞ്ഞില്ല. നമ്മൾ ഇഷ്ടം പോലെ നമ്മുടെ വിലാസിൽ നടന്ന് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ആശാൻ്റെ കുറേ ഫോട്ടോസ് എടുത്തു. ഇതേപോലെ നമ്മുടെ പുതിയ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫോട്ടോ എടുത്തു. ഇവരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവിടെ നമ്മൾ വേറൊരു പയ്യനെ കണ്ടായിരുന്നു, യൂട്യൂബറാണ്. അപ്പോൾ ആള് നമുക്ക് ഫോട്ടോ തമ്മിലൊക്കെ ഇടാണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു നല്ലപോലെ. അപ്പോൾ എന്തായാലും നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. വെച്ചാൽ രണ്ട് സംഭവം കണ്ട് കൊള്ളാവോ. അപ്പുറത്തുള്ള ആൾക്കാർ കണ്ടില്ല നമ്മൾ. എന്തായാലും അവിടെ മയിൽക്കുറ്റി കണ്ടില്ലേ, അതിൻ്റെ അപ്പുറത്തേക്ക് ആയിരിക്കാം. പക്ഷേ നമ്മുടെ ഇന്ത്യക്കാരതിനു മുന്നേ ഒരു ടൂറിസം പരിപാടി പോലെ ആക്കിയിട്ട് ബോർഡറിൽ കൊണ്ടുവന്ന ആൾക്കാരെ കാണിക്കുന്നു, സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നല്ലൊരു ചെറിയ പാർക്കും ഉണ്ട്, നല്ല സെറ്റപ്പായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ ഒരു ഉദ്യാനമില്ലേ, അവിടെയൊക്കെ ചെന്ന് കാണാനും കുറേ ചിത്രങ്ങളൊക്കെ എടുക്കാനും ഉണ്ട്. അപ്പോൾ ആശാന് എന്തായാലും ഇതുവരെ ഓരോന്നൊക്കെ എടുത്ത് മതിയായില്ല. മതിയായിട്ടില്ല പുള്ളിക്ക്. അപ്പോൾ നമ്മുടെ പുതിയ കൂട്ടുകാരെ എല്ലാവരും നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ് പോവാണ്. നമ്മൾ അവിടെ ചെല്ലും. വി വിൽ സേവ് ദം നെക്സ്റ്റ് ടൈം. അടുത്ത തവണ എവിടെയെങ്കിലും വെച്ച് ഇവരെ കാണാമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ നമ്മളിനി വരുമല്ലോ. അപ്പോൾ ഇനി നമുക്ക് അവിടുത്തെ അങ്ങറ്റത്തെ കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മൾ തിരിച്ചതാ ആ പഴയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. ബസ് നമ്മളെ ഇറക്കിയിട്ടിട്ട് ഇപ്പോൾ പോയി. ആശാനെ നമുക്കിനി ഇവിടുത്തെ മ്യൂസിയം നമ്മളൊക്കെ കാണാം. എന്തൊക്കെയാണെന്ന് നോക്കാം. പരേഡ് അരേന, അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്, മ്യൂസിയം, ആർട്ടിലറി, സ്റ്റോപ്പ്, അഡ്വഞ്ചർ എക്സ്പീരിയൻസ് ഓൺ ഭാരത് കി വീർ, ജോയിൻ ദ ഫോഴ്സ്. ജോയിൻ ദ ഫോഴ്സ് എന്നാണോ അറിയത്തില്ല. പക്ഷെ അവിടെ മറ്റേ പണ്ട് യൂസ് ചെയ്യുന്ന മറ്റേ അവിടെ ഗേറ്റ് കണ്ടില്ല, ഒരു ആർട്ടിലറിയുടെ സംഭവം, അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, നാദാബേട്ട് ദ്വാർ കൊള്ളാം, നല്ല അടിപൊളിയായിട്ട്. എൻ്റെ മോനെ ഓക്കേടാ. കുറേ പ്രതിമകളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ അത് നേരെ കാണുന്നേ? മറ്റേ ആർമിക്കാരുടെ പ്രതിമയാണ്. അതായത് ആർട്ടിലറി ഫയർ ചെയ്യുന്ന ആ ഒരു മെമ്പേഴ്സിൻ്റെ ക്രൂവിൻ്റെ ഫോട്ടോയും, ഫോട്ടോ അല്ലത് പ്രതിമകളാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇതാണ് ആർട്ടിലറി. ഇത് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫയർ ചെയ്യുന്ന ആളുകളുടെ ഒരു മോഡല്. കൊള്ളാല്ലേടാ, ഒറിജിനൽ സാധനം അത്. പക്ക ഒറിജിനൽ സാധനം. സൂപ്പറല്ലേ? പക്ക ഒറിജിനൽ. നോക്കി, ഒറിജിനൽ അല്ലാത്ത ഈ ആൾക്കാർ മാത്രമേ ഉള്ളൂ, ആർമിക്കാർ. ബാക്കി എല്ലാം ഒറിജിനലാ. പിന്നെന്താ? ഇതെന്തോ ജോയിൻ ദ ഫോഴ്സ് എന്നാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ അടച്ചിട്ടേക്കാണല്ലോ, സംഭവം ഒന്നും അറിയത്തില്ല. പിന്നെ ആർമിക്കാർ കുതിരപ്പുറത്ത് പോണതും മാർച്ച് ചെയ്ത് പോണതിൻ്റെ പ്രതിമയൊക്കെ ഉണ്ട് അവിടെ. ചെറിയൊരു പറ്റി. ഇത് ഒട്ടകം കേട്ടോ, കുതിരയല്ല, ഒട്ടകമാണ്. എടാ അത്രയും ദൂരം മനസ്സിലാവണ്ടേ? ഇതേ മറ്റേ ട്രഞ്ചിൻ്റെ അവിടെ നിന്ന് വെടിയുദ്ധ വെക്കാൻ നോക്കുന്ന ആർമിക്കാരൻ്റെ ഒരു ചിത്രം. എടാ ഈ ഗണ്ണ് ഒറിജിനല്ല. ആ ഒറിജിനൽ കണ്ടത്, ഒറിജിനൽ നോക്കി കണ്ടോ? എൻ്റെ മോനെ കണ്ടോ? കിടന്നൊക്കെ വെടിവെക്കുന്ന ആൾക്കാർ ട്രെഞ്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ അവിടെ നിന്നും അകത്ത് നമുക്ക് കയറാമല്ലോ. അകത്ത് കയറാമല്ലോ. കയറുന്നുണ്ടോ? അകത്ത് കയറിട്ടോ, അകത്ത് കയറിക്കോ. ഞാൻ അപ്പുറത്തേക്ക് പോകോ. അതിലേ പോവാം. നമ്മുടെ ആശാന്തേ അകത്തേക്ക് കയറാൻ പോയിട്ടുണ്ട്.
സൂക്ഷിച്ചും കണ്ടും പറഞ്ഞേ. മറ്റേ സിനിമയിലെടുത്ത് പറയില്ലേ, സിനിമയിലെടുത്ത് ആശാനത് ആർമിയിലെടുത്തേ, ആശാനെ ആർമിയിലെടുത്തേ. എന്താന്ന് എന്നെ തന്നെ വെടിവെച്ചോളാം. ഇവിടെ മോനെ കൂടെ വേണം വെടിവെച്ചോ. ആ തോക്കൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചേ. ആ ഒടിഞ്ഞ് വീഴത്തിട്ടോ തോന്നുന്നു. അങ്ങനെ നമ്മളിതാ ആർട്ട് ഗാലറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവിടെ എന്താ കാണാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. ഇതാണ് നമ്മുടെ ആർട്ട് ഗാലറിയിലേക്കുള്ള എൻട്രൻസ്. കയറി നോക്കട്ടെ കേട്ടോ. ഗൈസ്, അപ്പോൾ ഇതായിട്ട് ഇവിടുത്തെ ആർട്ട് ഗാലറി. അങ്ങനെ നിശബ്ദമായിട്ടായിരിക്കുന്നത്, അതുകൊണ്ടാണ് അധികം ശബ്ദമൊന്നും ഉണ്ടാക്കാത്തത്. പയ്യെ പറയുന്നത്. മിലൻ ദേശായി, അഭിജിത് റോയ്. ഇത് വരച്ച ആൾക്കാരുടെ പേരുകളാണ് ആ താഴെ സ്റ്റിക്കറായിട്ട് കൊടുത്തിരിക്കുന്നത്, ഒട്ടിച്ച് വെച്ചേക്കുന്നത്. ഇന്ത്യയുടെ ഭൂപടം പോലെ ഇല്ലേ, ഭാരത മാതാവിനെയാണ് ഇത് കൊടുത്തേക്കുന്നത്. ഭാരത് മാതാ കി ജയ്. ഈ കാണുന്നതാണ് അപ്പോൾ അവിടുത്തെ പരേഡ് ഗ്രൗണ്ട്. അത്യാവശ്യം നല്ല വിസ്തീർണത്തിൽ കിടക്കും കേട്ടോ. നല്ല കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു പരേഡ് ഗ്രൗണ്ട്. പിന്നെ നമുക്ക് ഇവിടെയൊക്കെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട് പരേഡ് കാണാനായിട്ട്. ഇവിടെ എപ്പോഴാണ് പരേഡ് തുടങ്ങുന്നത് അറിയാൻ പാടില്ല. അപ്പോൾ വൈകിട്ടൊരു 5 മണി കഴിയുമ്പോഴത്തേനും ഒന്ന് നോക്കാം നമുക്ക്. മറ്റേ ഇന്നലെ കണ്ട ഈ BSF-കാരൻ പറഞ്ഞനുസരിച്ച് ആ സമയത്ത് തുടങ്ങേണ്ടതാണ്. എല്ലാ ദിവസവും ഉണ്ടെന്ന് പറഞ്ഞു പുള്ളി പരേഡൊക്കെ. പിന്നെ തിങ്കളാഴ്ച മാത്രം ഇവിടെ പരേഡ് ഉണ്ടാവില്ല, പരിപാടി ഒന്നും ഉണ്ടാവില്ല. ഗാർഡ്സിനോട് ചോദിച്ചു എപ്പോഴാണ് പരേഡ് തുറന്നതെന്ന്. അപ്പോൾ അവർ പറഞ്ഞത് 5:30 തുടങ്ങും, 6 മണിക്ക് നമ്മൾ ഇവിടെ നിന്ന് എക്സിറ്റ് ആവുകയും ചെയ്യാമെന്ന് പറഞ്ഞു. അതായത് നമുക്ക് പരേഡ് കാണാനായിട്ട് അരമണിക്കൂർ കിട്ടും. അരമണിക്കൂർ നമുക്ക് പരേഡ് കണ്ട് BSF-കാരുടെ പരേഡ് കണ്ടിരിക്കാം. ഇതാ ഈ പരേഡ് ഗ്രൗണ്ടിൽ 1971 വാറില്ലേ, ആ വാറിൻ്റെ ആക്ച്വൽ ഫുട്ടേജുകൾ അവിടെ കാണിക്കുന്നുണ്ട് ഡോക്യുമെൻ്ററി ആയിട്ട്. അപ്പോൾ അത് കാണിക്കാനുള്ള ഒരു ചെറിയ തിയേറ്റർ സെറ്റപ്പാണത്. 50 രൂപ പെർ ഹെഡ്. നമുക്കതിൽ അതിൻ്റെ ആവശ്യം ഉണ്ടാക്കാനേ കാണുന്നുണ്ടായിരുന്നോ? വീഡിയോ എടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല, അവർ മറ്റേ ഡോക്യുമെൻ്ററി പൈസ വെച്ച് ചെയ്യുന്നതല്ലേ. ഇവിടെയാണ് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസിനുള്ള സ്ഥലം. ഇവിടെ മറ്റേ സിപ്പ് ലൈനൊക്കെ കേട്ടോ. അത് നമ്മുടെ മൂന്നാറും ഉണ്ട്, അത് മൂന്നാർ പോകാനിക്കുണ്ട്. വേറൊന്നുമില്ല, ആ പോസ്റ്റിൻ്റെ അവിടെ നിന്ന് ഈ പോസ്റ്റ് അപ്പുറത്തൊരു പോസ്റ്റ് ഉണ്ട്, അവിടം വരെയാണ് സിപ്പ് ലൈൻ ഉള്ളൂ. അപ്പോൾ നമ്മളതിന് പൈസ മുടക്കി കയറിയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ കുറച്ച് മുന്നേ രാവിലെ വന്നപ്പോഴത്തേനും ഇത് കാണാൻ സമ്മതിച്ചില്ല. അപ്പോഴത്തേക്കും ആ ബസ്സുകാരൻ നമ്മൾ വിളിച്ചുകൊണ്ട് പോയില്ലായിരുന്നു. ഇതാ നമ്മുടെ MiG-27 യുദ്ധവിമാനമാണ് ഈ കിടക്കുന്നത്. ടയറുകളൊക്കെ നോക്കി അവിടെ തറയിൽ കുഴിച്ചിട്ടേക്കുന്ന പോലെയാ, നട്ടു വെച്ചേക്കുന്ന പോലെയാ. വളരെ നിർത്തലായിരിക്കുമേ, വളരാൻ വേണ്ടി നട്ടു വെച്ചായിരിക്കും. എൻ്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് ഇത് MiG-27 ആയിരുന്നു. ചോദിച്ചു നോക്കാം. MiG-27 എയർക്രാഫ്റ്റ് ഇന്ത്യയുടെ പടക്കുതിര എന്ന് വേണമെങ്കിൽ പറയാം. റഷ്യൻ നിർമ്മിത MiG-27. ഒരു കാലത്ത് ഇന്ത്യൻ സേനയുടെ സ്വന്തം മുനയായിരുന്ന MiG-27. ആ മറ്റേ സോവിയറ്റ് യൂണിയനിൽ നിന്ന് വാങ്ങിച്ചല്ലേ. അന്ന് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു, ഇപ്പോൾ റഷ്യയാണ്. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇതാ ഒരു MiG-27 കണ്ട്. ഇൻഡോ പാക് ബോർഡർ ആ അതിർത്തിയും കണ്ടു. യെസ്. അങ്ങനെ നമുക്ക് വിശന്നപ്പം ഒന്നുകൂടെ ഫുഡ് കഴിക്കാൻ തോന്നുന്നു. അച്ഛനെ അവൻ്റെ ബാറ്ററി തീർന്നു. അവൻ്റെ ബാഡ്ജിലുള്ള പൈസയൊക്കെ ഉള്ളത്, കാശാൻ ഇവൻ വിചാരിച്ചാൽ നമുക്ക് ഫുഡ് കിട്ടുള്ളൂ. ഇതോ ഈ കാണുന്നത് 1971 യുദ്ധത്തിലും ധീര മരണം വരിച്ച ജവാന്മാരുടെ ഓർമ്മയ്ക്കായി പണിത മന്ദിരമാണ്. നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടുവച്ച് വരാം കേട്ടോ. നമ്മളതിൻ്റെ അകത്തേക്ക് കയറും കേട്ടോ. വാ, ഇത് മറ്റേ അമർ ജവാൻ്റെ ആ ഒരു ഇതില്ലേ, മറ്റേ ഡൽഹിയിൽ ഇന്ത്യ ഗേറ്റുള്ള അതിനെ അനുസ്മരിപ്പിക്കുന്ന പോലെ ഒറിജിനൽ കണ്ണാണ്. അത് മരിച്ചുപോയ ജവാന്മാരെ ആദരിക്കുന്നതിനായിട്ട് വെച്ചിരിക്കുന്നത്. സർക്കുലർ ഷേപ്പിലാണ് ഈ ബിൽഡിങ് ഇരിക്കുന്നത് കേട്ടോ.
അപ്പോൾ നമുക്ക് എല്ലാ കാഴ്ചകളും കണ്ടു തന്നെ പോകാം. ലൈറ്റിൻ്റെ ഒരു വിഷയം ഉണ്ടാവും. റിയലി സോറി ഫോർ ദാറ്റ്. ഓരോ ജവാന്മാരെ ആദരിക്കുന്നതാണ് അവർ. അച്ഛനെ ഈ യുദ്ധത്തിലെ 1971 യുദ്ധത്തിൽ മരിച്ചുപോയ ജവാന്മാരില്ലേ, ആ ജവാന്മാർക്ക് കൊടുത്ത ബഹുമതിയുടെയൊക്കെ ഒരു വിശദീകരണമാണ് കൊടുത്തേക്കുന്നത്. ഒരു ജവാൻ്റെ പ്രതിമയായിട്ടോ വെച്ചിരിക്കുന്നത്. അതായത് ഈ ബിൽഡിങ്ങിൻ്റെ കൃത്യം നടുഭാഗത്തായിട്ട്. BSF warriors from Gujarat who lost their lives in the line of duty. യുദ്ധത്തിലോ അല്ലെങ്കിൽ അല്ലാതെ മരണപ്പെട്ട ജവാന്മാരുടെ പേര് വിവരങ്ങളൊക്കെ കേട്ടോ കൊടുത്തേക്കുന്നത്. അതായത് ഇവിടുത്തെ BSF ജവാന്മാരുടെ ഇത് ഹിന്ദി കൊടുത്തിട്ടുണ്ട്, അവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്. നീ ഇവിടെ നോക്കാം. ഇവിടെ ഒരു പ്രസൻറ്റേഷൻ പോകുന്നുണ്ട് ഇങ്ങനെ BSFകാരുടെ. എന്തോടത് എന്തോ ആണോ? വരുന്നുണ്ട്. നായക് ഉമ്മേദ് സിംഗ്. ഓരോ ജവാന്മാരുടെ എല്ലാ വിവരങ്ങളും കൊടുത്തിട്ടുണ്ട് ഇതിൽ. ബുക്ക് പോലെ മറിക്കണം ആണോ? പുസ്തകം പോലെ നമ്മൾ പുസ്തകം മറിക്കുന്ന പോലെ നീക്കാൻ മതി. മുഖ്യ ആരക്ഷക് മോഹിന്ദർ സിംഗ്. അങ്ങനെ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് വീരചക്ര കിട്ടിയ ജവാന്മാരുടെ ലിസ്റ്റ്, അവിടെ കീർത്തിചക്ര കിട്ടിയ ജവാന്മാരുടെ ലിസ്റ്റ്, ശൗര്യചക്ര, പിന്നെ അവിടെ എന്താണോ എന്തായാലും നമുക്ക് പക്ഷേ വാ പുറത്തേക്ക് നമുക്ക് അവിടേക്ക് പോവാം. നമ്മുടെ പരേഡ് ഗ്രൗണ്ടിലേക്ക് പോയി. പരേഡ് തുടങ്ങുന്നതിന് മുന്നുള്ള പാട്ടുള്ളത്. അപ്പോൾ എല്ലാ കുട്ടികളും, സ്കൂൾ കുട്ടികളും മെയിനായിട്ടും എല്ലാവരും ഇറങ്ങിയിട്ട് ഡാൻസൊക്കെ കളിക്കും. നോക്കി ഒരുപാട് പേരുണ്ട്. കുറേ പേര് അവിടെ ഇരിപ്പുണ്ട്, കുറേ പേര് അപ്പുറത്തെ സൈഡിൽ ഇരിപ്പുണ്ട്. ഒട്ടുമിക്ക ആളുകൾ ഗ്രൗണ്ടിലിറങ്ങി ഡാൻസ് കളിക്കുകയാണ്. നോക്കി സാറ് കണ്ടോ, ഒരു സാറ് അധ്യാപകനാണ് പുള്ളി. ആ കൂടെ നിന്ന് കുട്ടികളുടെ വീഡിയോ ഒക്കെ എടുക്കുന്നു, ആ കൂടെ ഡാൻസ് കളിക്കുന്നു. ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി BSF വരുന്നുണ്ടോ? टेक्निकली सर्च करता हूँ BSF कॉलेज से। तो BSF की
एक अभियान है। बीएसएफ लोगों को पैदल गश्त करना, निगरानी करना तथा विस्फोटक का पता लगाने के लिए प्रशिक्षित किया जाता है। बीएसएफ लोग इस सेना को नेशनल ट्रेनिंग सेंटर को लेकर चुके हैं। आज के माननीय मुख्यमंत्री श्री जगत सिंह अष्टक प्रधान सीमा सुरक्षा मंत्री ഇവിടെ ആർമിക്കാരുമായിട്ട് സൂപ്പർ ഹീറോ പറയാനുള്ളവേ എല്ലാവരും ആർമിക്കാരുടെ കൂടെ ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി തിരക്കാണ് ഇവിടെ. എല്ലാവരും ഓരോ സൂപ്പർ ഹീറോ പോലെയാണ്. ഓരോ ജവാന്റെയും പുറകിൽ ക്യൂ ആണ് ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ട്. നമ്മളല്ല ആശാനെ ഓട്ടോക്കാരൻ്റെ ചേട്ടൻ്റെ അടുത്ത് കേട്ടല്ലോ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ കൊണ്ട് പോട്ടോ. പറ്റുമോ നോട്ടെ? ഓക്കെ
ഒരു കൊച്ചിനെ കയറ്റി എടുക്കുന്നതാണോ? ആശാനം വേണം കേട്ടോ കേട്ടോ. വേണ്ട, ഒട്ടകം ചവിട്ടാത്ത ഭാഗ്യം. വാ. BSF കനയാൻ നോക്കി, വളരെ സൂപ്പർ കേട്ടോ. ഇത് എൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു നീ? സല്യൂട്ട് ചെയ്തൊക്കെ ഉണ്ടായിരുന്നോ? നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ BSF ജവാന്മാരുടെ കൂടെ എന്തോരൊക്കെ ഇത്രയും പേരിപ്പോൾ കുറഞ്ഞാണ്. അല്ല ചേട്ടനെ, നേരത്തെ വന്നപ്പോൾ ആണ് ഒരു ജനക്കൂട്ടം തന്നെ ഇവരുടെ മുമ്പിലേക്ക് ഓടി വരുന്നത് ഫോട്ടോ എടുക്കാനായിട്ട്. നോക്കി എടാ, ഓർഡർ ഇട്ടപ്പോൾ ഞാൻ വീട്ടിൽ പോകണോ? അല്ലല്ല, ഫോട്ടോ എടുക്കാൻ വേണ്ടി ഓടി വന്നാ. എടാ നൈറ്റ് പൊളിയാണല്ലോ. നോക്കി എൻ്റെ മോനെ, നമ്മൾ പകല് കണ്ട പോലെ ഇല്ല കേട്ടോ, രാത്രി നല്ല ലുക്ക് കാണാനായിട്ട്. സാധാരണ സംഭവിക്കാറുള്ള പോലെ തന്നെ ഇപ്പോഴും സംഭവിച്ചു. കുറേ പേരെ ഫോട്ടോ എടുത്ത് കൊടുത്തു, നല്ല അടിപൊളി ഫോട്ടോകൾ. ആശാൻ്റെ എടുത്തു കൊടുത്തു, അത് അവൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പം തന്നെ ഇട്ടുണ്ടാവും. അത് പറഞ്ഞേ ഈ വീഡിയോയിൽ പെടുമല്ലോ. എനിക്കെടുത്ത് കിട്ടിയ ഫോട്ടോ കേട്ടോ, ഏതാണ്ട് മറ്റേ 2 രൂപ നിൽക്കുന്ന പോലെ, വേറെ ഒന്നുമില്ല. അതായത് നമ്മുടെ നാദാബേഡ് ദ്വാറിൻ്റെ അവിടെ നിൽക്കുന്ന ഫോട്ടോ കേട്ടോ. ഇതാണ് എൻ്റെ ഫോട്ടോ. കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഒരു ഫോട്ടോ എടുക്കാൻ അറിയാവുന്ന ആൾക്കാരുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകുന്നത് തന്നെയാണത്. മറ്റേ ഹൊറൈസൺ അല്ലേ, നല്ല രസമുണ്ട്. നമ്മൾ പകല് കണ്ട പോലെയല്ല, ഇപ്പോൾ ഇതിന് മറ്റൊരു ഭംഗിയാണത്. നോക്കേ, തണുപ്പും കൂടി തിരക്കും കൂടി ആൾക്കാരുടെ. ദൈവമേ, എന്താണെന്ന് അറിയുമ്പോഴല്ല, എന്നെ കാണുമ്പം എല്ലാവരും കൊണ്ടുവന്ന് ഫോണൊക്കെ തരികയാണ്. ഞാനെന്ന് വെച്ചാൽ അവിടെ ഇരിക്കും, ഒന്ന് മുട്ടുകുത്തി നിന്നിട്ട് താഴേന്ന് ഒരു ആംഗുലർ ഷോട്ട് എടുക്കുള്ളൂ. അന്നേരം എല്ലാവരും വന്നിട്ട് ഒരു ഫോട്ടോ എടുത്ത് തരാമോ, ഒരെണ്ണം കഴിഞ്ഞാൽ പുറകെ വരികയാണ് ആൾക്കാർ. ഫോട്ടോ എടുക്കലേ, ആ അതൊക്കെ മനസ്സിലായിടാ, നല്ല രസമുള്ള ഫോട്ടോസ് ആണോ? ഫോട്ടോ എടുത്തേ. എന്തായാലും ഇതാ BSFൻ്റെ ആ ഒരു ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല പറയുന്നത്. നല്ല രസമാണ്, അടിപൊളിയാണ്. നാഡാബേട്ടിൻ്റെ രാത്രിയിലെ ഭംഗിയുള്ള ഒരു ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നോക്കി, നമ്മൾ പകൽ കണ്ട പോലെയല്ല, ആ ലൈറ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് ആ ഓരോരോ ബിൽഡിങ്ങുകളുടെ അതിൻ്റെ ഏറ്റവും വലിയ ഭംഗിയോടെ നമുക്ക് അതിനെ ഇപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഗായ്സ്, നമ്മളിതാ നാഡാബേട്ട് അതിർത്തിയിൽ പോയിട്ട് തിരിച്ച് നമ്മുടെ റൂമിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇവിടെ ഓഫീസിൽ നമ്മൾ ടിക്കറ്റ് എടുത്തെടുത്ത് അവിടെ പോകുമ്പോഴത്തേനും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞായിരുന്നു. സങ്കടമായിപ്പോയി ഞങ്ങൾക്ക്. കാരണം ഇത്രയും ദൂരം വന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ അവസ്ഥയല്ലേ. പക്ഷെ അവിടെ ചെന്നപ്പം ഒരു കുഴപ്പമില്ല, എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ട്, ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഒരു ചെക്കിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് നല്ല സുഖമായിട്ട് കാണാൻ പറ്റി എല്ലാ കാര്യങ്ങളും ചുറ്റി നടന്ന്. അത് ഞാനൊക്കെ ഈ സിനിമയിലൊക്കെ അല്ലെങ്കിൽ ഈ വാർത്തകളിൽ ജവാന്മാർ തൂക്കം പിടിച്ച അതിർത്തി കൂടെ ഇങ്ങനെ നടന്നു പോണ ഒരു ഫോട്ടോയൊക്കെ സംഭവമില്ലേ, അതേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇത് ആദ്യമായിട്ടത് നേരിട്ട് കണ്ടപ്പോൾ ഒരു സന്തോഷം മനസ്സിന്, അതെങ്ങനെ പറഞ്ഞറിയിക്കുന്ന അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ അതിർത്തി ചെന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ പതാക പാറി കളിക്കൂലേ, അത് കാണുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ആ ഒരു മഞ്ഞ് പെയ്യുന്ന സുഖം എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു ദേശസ്നേഹിക്ക് മാത്രമാണത് മനസ്സിലാവുള്ളൂ. ഞാൻ അത്ര ഒരു ദേശസ്നേഹം ഞാൻ പറയുന്നില്ല, പക്ഷേ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ദേശസ്നേഹം എപ്പോഴും ഉണ്ട്. ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്തുണ്ടാകുന്ന ഒരു സുഖം, മനസ്സിൻ്റെ സുഖം, അതറിയാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അക്കോമഡേഷൻ ഒന്നുകൂടെ ഇന്ന് ഒരു ദിവസം കൂടെ നമ്മൾ കിടക്കൂടെ, കാരണം ഈ രാത്രി ഇനി എവിടെ പോകുന്നത് പന്തിയല്ല, അത് ശരിയാവില്ല. അപ്പം നമ്മൾ നാളെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങുള്ളൂ. അപ്പോൾ അതുവരെ നമ്മളിവിടെ ആയിരിക്കും സ്റ്റേ ചെയ്യുക. ഒരു 200 രൂപ കൊടുക്കേണ്ടി വരും, കുഴപ്പമില്ല. എന്തായാലും ഇത്ര നേരം ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും സല്യൂട്ട്. ആൻഡ് നമ്മൾ ഇന്നത്തേക്ക് ഇവിടെ വാങ്ങുകയാണ്. ഞാനും ആശാനും ഞങ്ങൾ ഡിയോസും ചാടി നിങ്ങളിൽ നിന്ന് ഇന്നത്തേക്ക് മാത്രം ഇവിടെ വാങ്ങുന്നു. നാളെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.